വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 4th സെമസ്റ്റർ ഫാർമക്കോളജിയിലെ ആൻറ്റി മാനിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്നും പറയുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻറ്റി മാനിക് ഡ്രഗ്സ് ഓർ മൂഡ് സ്റ്റെബിലൈസേഴ്സ്. എന്താണ് മാനിയ? മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപോളാർ മാനിക് ഡിപ്രസീവ് സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ സൈക്ലിക് മൂഡ് സ്വിങ്സ്, എപ്പിസോഡ്സ് ഓഫ് മാനിയ ഫോളോഡ് ബൈ സിവിയർ ഡിപ്രഷൻ, നോർമൽ മൂഡ് പീരിയഡ്സ് ഇൻ ബിറ്റ്വീൻ. അതായത് സൈക്ലിക്കായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, മാനിയൻ്റെ എപ്പിസോഡ്സ് ഒക്കെ അറിയും, സിവിയർ ഡിപ്രഷൻ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ നോർമൽ ആയിട്ടുള്ള മൂഡ് പീരിയഡ്സ് ഉണ്ടാവും. ഇങ്ങനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു ബൈപോളാർ മാനിക് ഡിപ്രസീവ് സൈക്കോട്ടിക് ഡിസോർഡർ ആണ് മാനിയ. മാനിയൻ്റെ സിംറ്റംസ് ആണ് എക്സസീവ് ഡിസയർ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, യൂഫോറിയ, പ്രഷർഡ് ഓർ റാപ്പിഡ് സ്പീച്ച്, ഡിക്രീസ്ഡ് നീഡ് ഫോർ സ്ലീപ്പ്, എക്സ്ട്രീം കോൺഫിഡൻസ്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്. അത് പിന്നീട് സിഷോഫീനിയ ലൈക്ക് ബിഹേവിയർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മാനിയൻ്റെ സിംറ്റംസ്. ജെനറ്റിക് ലിങ്ക്. ഓട്ടോസോമൽ ഡൊമിനൻറ്റ് ജീൻസ് വഴി ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. മോണോസൈഗോട്ടിക് ട്വിൻസിൻ്റെ കേസിൽ 80% ആണ് ഇൻഹെറിറ്റൻസ് റേറ്റ് കാണുന്നത്. ഈ മാനിയൻ്റെ ബിഹൈൻഡുള്ള മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർ അഡ്രിനർജിക് സിസ്റ്റം അല്ലെങ്കിൽ സെറട്ടോണർജിക് സിസ്റ്റത്തിൻ്റെ ഹൈപ്പർ ഫങ്ഷനിങ് കാരണോ അതല്ലെങ്കിൽ കോളിനർജിക് ട്രാൻസ്മിഷൻ്റെ ഡിസ്ഫങ്ഷനിങ് കാരണോ മാനിയ ഒക്കറിയാം. ആൻറ്റി മാനിക് തെറാപ്പീൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഗോൾസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബാലൻസ് ചെയ്ത് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ്റെ ഡോപ്പമിൻ്റെയും എക്സസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുക. ഈ 2 ഗോൾസ് ആണ് മെയിനായിട്ടും ആൻറ്റി മാനിക് തെറാപ്പിയിലുള്ളത്. ആൻറ്റി മാനിക് ഡ്രഗ്സ്. ആൻറ്റി മാനിക് ഡ്രഗ്സിന് തന്നെ നമ്മൾ പറഞ്ഞു മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്നും പറയും. അത് മാനിയൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ്. റിക്കറൻറ്റ് മൂഡ് സ്വിങ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു ഡ്രഗാണ് ലിഥിയം കാർബണേറ്റ്. ലിഥിയം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ മോണോവാലൻ കാറ്റയോൺ ആണ്. ബൈപോളാർ മാനിക് ഡിപ്രസീവ് ഇൽനെസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാനിക് ഡിപ്രസീവ് പേഷ്യൻസിൽ മൂഡ് സ്വിങ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഥിയം കാർബണേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണുള്ളത്. തെറാപ്യൂട്ടിക് സെറം ലെവൽ അച്ചീവ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 8 days എടുക്കുന്നുണ്ട്. ഇതിന് ഡിലേഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയതുകൊണ്ട് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിന് അക്യൂട്ട് മാനിക് എപ്പിസോഡ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിഥിയം കാർബണേറ്റിൻ്റെ കേസ് പറയണത്. ലിഥിയം കാർബണേറ്റിൻ്റെ എക്സാക്റ്റ് മെക്കാനിസം നമുക്കിപ്പോഴും മുഴുവനായിട്ട് അറിയില്ല. അതിൽ പറയുന്ന മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിഥിയം പാർഷ്യലി Na+ അയോൺസിനെ ബോഡിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അയണിക് ഫ്ലക്സ് അക്രോസ് ബ്രെയിൻ സെൽ മെംബ്രെയിനെ ഓൾട്ടർ ചെയ്ത് മെംബ്രെയിൻ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് കോസ് ചെയ്യും. അതൊരു മെക്കാനിസമാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഇതിന് എഫക്റ്റ് ഉണ്ട്. ഡോപ്പമിൻ, നോർ അഡ്രിനാലിൻ്റെ ഒക്കെ റിലീസും ആക്ഷനും അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മോണോ അമീൻ ടേൺ ഓവർ ഇൻ ബ്രെയിൻ, അതിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിലും ഇൻട്രാസെല്ലുലാർ എൻസൈംസിനും എഫക്റ്റ് ഉണ്ട്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സിലെ എഫക്റ്റ് പറഞ്ഞാൽ നോർമൽ ന്യൂറോ ട്രാൻസ്മിറ്റർ സിഗ്നലിംഗ്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ GQ പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ഈ ഫോസ്ഫോലിപ്പേസ് C PIP2നെ ഹൈഡ്രലൈസ് ചെയ്ത് IP3 DAG ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. IP3 സീക്വൻഷ്യലി ബ്രോക്കൺ ഡൗൺ ചെയ്ത് IP2 ആയിട്ട് മാറും, IP1 ആയിട്ട് മാറും, ഈനോസീറ്റോൾ ആയിട്ട് മാറും. ഈ ഈനോസീറ്റോൾ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് PIP2 ഫോം ചെയ്യും. അത് വീണ്ടും IP3 DAG പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സൈക്ലിക് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. മാനിയൻ്റെ കേസിൽ ഈ ഒരു പാത്വേ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ എക്സസീവ് ആയിട്ടുള്ള IP3 ആൻഡ് DAG പ്രൊഡക്ഷൻ അത് കാരണമാകുന്നുണ്ട്. ന്യൂറോണൽ സിഗ്നലിൻ്റെ ഓവർ സ്റ്റിമുലേഷൻ റിസൾട്ട് ചെയ്യും. ഇതാണ് മാനിയയിൽ നടക്കുന്നത്. ലിഥിയം എങ്ങനെ ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈനോസീറ്റോൾ റീസൈക്ലിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ലിഥിയം ഈ IP2 IP1 ആയിട്ടും IP1 ഈനോസീറ്റോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഈനോസീറ്റോളിൻ്റെ ലെവൽ കുറയ്ക്കും. അപ്പോൾ IP3 DAGൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും. ഇതാണ് ലിഥിയം ആക്ട് ചെയ്യുന്ന ഒരു രീതി. അടുത്തത് അൺകപ്ലിംഗ് ഓഫ് റിസപ്റ്റേഴ്സ് ഫ്രം G പ്രോട്ടീൻ. റിസപ്റ്റർ G പ്രോട്ടീൻ ഇൻട്രാക്ഷനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ് ആണ് പോളിയൂറിയ, സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. അതിന് പ്രോട്ടീൻ കൈനേസ് Cയിലും എഫക്റ്റ് ഉണ്ട്. എന്തിന്? ലിഥിയത്തിന്.
സ്പെസിഫിക് ഐസോഫോംസ് ഓഫ് പി കെ സി, അതായത് പ്രോട്ടീൻ കൈനേസ് സീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പി കെ സി മീഡിയേറ്റഡ് സിഗ്നലിങ്ങിനെ ആൾട്ടർ ചെയ്യും. അപ്പോൾ ജീൻ എക്സ്പ്രഷനിൽ ചേഞ്ചസ് വരുത്തും, പ്രോട്ടീൻ പ്രൊഡക്ഷനെ ആൾട്ടർ ചെയ്യും, പ്രൊലോങ്ഡ് മൂഡ് സ്റ്റെബിലൈസേഷൻ കോസ് ചെയ്യും. ഇതൊക്കെയാണ് പ്രോട്ടീൻ കൈനേസ് സീനെ എഫക്റ്റ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ്. അഡിനൈൽ സൈക്ലേസിനെ ഇൻഹിബിഷനെ കോസ് ചെയ്യുന്നുണ്ട്. CMP പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഇത് ആൻറ്റി ഡിപ്രസൻ്റ് എഫക്റ്റ്, ആൻറ്റി മാനിക് എഫക്റ്റിനോടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലിഥിയം ആക്ട് ചെയ്യുക. അപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞത്, മെക്കാനിസം ലിഥിയം കാർബണേറ്റിൻ്റെ എക്സാക്ട് മെക്കാനിസം നമുക്ക് അറിയില്ല. ഒന്നുകിൽ ഈ ലിഥിയം പാർഷ്യലി Na+ അയോൺസിനെ ബോഡിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യും, ആൻഡ് ഇറ്റ് ഓൾട്ടേഴ്സ് അയോണിക് ഫ്ലക്സ് അക്രോസ് ബ്രെയിൻ സെൽ മെംബ്രെയിൻ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ എഫക്റ്റ് ഉണ്ട്, അതായത് ഡോപ്പമിൻ, നോറഡ്രിനാലിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസും ആക്ഷനും അത് കുറയ്ക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് കറക്റ്റ് ഇംബാലൻസ് ഇൻ മോണോ അമീൻ ടേൺ ഓവർ ഇൻ ബ്രെയിൻ. സെക്കൻഡ് മെസ്സഞ്ചേഴ്സിലും ഇൻട്രാസെല്ലുലർ എൻസൈംസിലും എഫക്റ്റ് ഉണ്ട്. മെക്കാനിസം വയ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്, നോർമൽ ന്യൂറോ ട്രാൻസ്മിറ്റർ സിഗ്നലിംഗ്. ന്യൂറോ ട്രാൻസ്മിറ്റർ GQ പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. അത് PIP2നെ ഹൈഡ്രലൈസ് ചെയ്ത് IP3 DAG ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. IP3 സീക്വൻസിലി ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് IP3 IP2 ആയിട്ട് മാറും, IP1 ആയിട്ട് മാറും, ഈനോസീറ്റോൾ ആയിട്ട് മാറും. ഈനോസീറ്റോൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് PIPയും PIP2 ഫോം ചെയ്യും. അത് വീണ്ടും IP3 ആൻഡ് DAG പ്രൊഡക്ഷന് കാരണമാവും. മാനിയൻ്റെ കേസിൽ ഈ ഒരു പാത്വേ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അങ്ങനെ IP3 DAGൻ്റെ എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓവർ സ്റ്റിമുലേഷൻ ഓഫ് ന്യൂറോണൽ സിഗ്നലിങ്ങിന് അത് കാരണമാവും. ലിഥിയം ആക്ട് ചെയ്യുക ഈ ഈനോസീറ്റോൾ റീസൈക്ലിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടും അൺകപ്ലിംഗ് ഓഫ് റിസപ്റ്റേഴ്സ് ഫ്രം G പ്രോട്ടീൻസ്, പിന്നെ അതിന് പ്രോട്ടീൻ കൈനേസ് Cയിൽ എഫക്റ്റ് ഉണ്ട്, അഡിനൽ സൈക്ലേസിൻ്റെ ഇൻഹിബിഷൻ. ഇങ്ങനെയൊക്കെയാണ് ലിഥിയം ആക്ട് ചെയ്യുന്നത്. ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് റീനൽ എഫക്ട്സ് ഉണ്ട്. റീനൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ DCTയിൽ ADH ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ വാട്ടർ റീഅബ്സോർപ്ഷനെ റെഡ്യൂസ് ചെയ്യും, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കോസ് ചെയ്യും. അതാണ് റീനൽ എഫക്റ്റ്. തൈറോയിഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ അയോഡിനേഷനെ ഇൻ്റർഫിയർ ചെയ്തിട്ട് തൈറോക്സിൻ്റെ സിന്തസിസിനെ കുറയ്ക്കും. ഹെമറ്റോളജിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ലൂക്കോസൈറ്റിൻ്റെ കൗണ്ട് കൂട്ടുന്നുണ്ട്. ലൂക്കോപീനിയലും അഗ്രാനുലോസൈറ്റോസിസിലൊക്കെ കീമോതെറാപ്പിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിക് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻസുലിൻ ലൈക്ക് ആക്ഷനാണ് ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിനുള്ളത്. സ്കെലറ്റൽ മസിൽ ഗ്ലൈക്കോജനെ ഇൻക്രീസ് ചെയ്യും, ലിവർ ഗ്ലൈക്കോജനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻസൈം ഇൻഹിബിഷൻ ഉണ്ട്. സിസ്റ്റമിക് എൻസൈംസ് ആയിട്ടുള്ള ഇനോലേസ്, സീറ്റോലേസ്, മോണോഫോസ്ഫേറ്റ് എൻസൈംസ്, ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫറ്റേസ്, ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് പോലെയുള്ള സിസ്റ്റമിക് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ലിഥിയത്തിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്സ്. ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ലിഥിയം. ലിഥിയം സ്ലോലി ബട്ട് റെഡിലി ആണ് GI ട്രാക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. ഇനീഷ്യലി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിലും സ്ലോലി അത് CNSലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ/കിലോഗ്രാം ആണ് ഇനീഷ്യലി, 0.8 ലിറ്റർ/കിലോഗ്രാം ആണ് സ്റ്റഡി സ്റ്റേറ്റിൽ. മെറ്റാബോളിസം നടക്കുന്നില്ല. എക്സ്ക്രീഷൻ യൂറിൻ വഴിയാണ്, സ്മോൾ എമൗണ്ട് സലൈവ വഴിയും സ്വെറ്റ് വഴിയും എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാസ്മ ഹാഫ് ലൈഫ് ആണ് 20 hours. തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷൻ 0.6 to 1.4 മില്ലി ഇക്വാലൻറ്റ് പെർ ലിറ്റർ. ടോക്സിസിറ്റി ത്രെഷോൾഡ് ഗ്രേറ്റർ ദാൻ 1.5 മില്ലി ഇക്വാലൻറ്റ് പെർ ലിറ്റർ ആണ്. ഇതാണ് ലിഥിയത്തിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ലിഥിയം ടോക്സിസിറ്റി. ലിഥിയത്തിന് മൈൽഡ് ടോക്സിക് എഫക്ട്സും ഉണ്ട്, ക്രോണിക് അല്ലെങ്കിൽ സിവിയർ ടോക്സിക് എഫക്ട്സ് ഉണ്ട്. മൈൽഡ് ടോക്സിക് എഫക്ട്സ് ആണ് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, ട്രമർ, അറ്റാക്സിയ, എഡീമ, അരിത്മിയ, ബ്ലഡ് വിഷൻ, ഗ്ലൈക്കോസ്യൂറിയ, പോളിയൂറിയ, അലർജിക് റിയാക്ഷൻസ്. ക്രോണിക് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ടോക്സിക് എഫക്ട്സ് ആണ് സീഷ്യസ്, സെറിബെല്ലാർ അറ്റാക്സിയ, ഹൈപ്പോടെൻഷൻ, ECG ചേഞ്ചസ്, ഹൈപ്പോതൈറോയിഡിസം, കോമ, ല്യൂക്കോസൈറ്റോസിസ്, ഫീറ്റൽ അബ്നോർമാലിറ്റീസ്. പ്രഗ്നൻറ്റ് പേഷ്യൻസിലാണെങ്കിൽ ഫീറ്റൽ അബ്നോർമാലിറ്റീസ്. അപ്പോൾ ഇതാണ് മൈൽഡ് ടോക്സിക് എഫക്ട്സും ക്രോണിക് അല്ലെങ്കിൽ സിവിയർ ടോക്സിക് എഫക്ട്സും. ലിഥിയം ടോക്സിസിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻറ്റിഡോട്ട് ലിഥിയം ടോക്സിസിറ്റിക്ക് ഇല്ല. സിംറ്റോമാറ്റിക് മാനേജ്മെൻറ്റ്, സിംറ്റംസിനെ മാനേജ് ചെയ്യുകയാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് സപ്പോർട്ടീവ് മെഷേഴ്സ്, അതായത് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക, റെസ്പിറേഷൻ, BP ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക.
സലൈൻ പർഗേറ്റീവ് ഒക്കെ കൊടുക്കുക. അതൊക്കെയാണ് സപ്പോർട്ടീവ് മെഷേഴ്സ്. എക്സ്ക്രീഷനെ എൻഹാൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആൽക്കലൈൻ ഡയൂറസിസ് ചെയ്യാം, സോഡിയം ബൈകാർബണേറ്റും മാനിറ്റോളും യൂസ് ചെയ്തിട്ട്. അടുത്തത് ഡയാലിസിസ് ഇൻഡിക്കേഷൻസ് ആണ്. ഈ സെറം ലിഥിയം 4 മില്ലി ഇക്വാലന്റ് പെർ ലിറ്ററിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് യൂസ് ചെയ്യാം. അതിന് ലെസ് ദാൻ 1 മില്ലി ഇക്വാലന്റ് പെർ ലിറ്ററിലോട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. കൺട്രോൾ കൺവൽഷൻസ്, ഡയസെപ്പം യൂസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൻറ്റി കൺവൽസൻസും യൂസ് ചെയ്യാം. ഇതാണ് മെയിനായിട്ടും ലിഥിയം ടോക്സിസിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ്. സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിഡോട്ട് ഇല്ല, സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആണുള്ളത്. തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് ലിഥിയം. മെയിനായിട്ടും ലിഥിയം യൂസ് ചെയ്യുക ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അക്യൂട്ട് മാനിയൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യും. റിക്കറൻറ്റ് എൻഡോജീനസ് ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ, യൂണിപോളാർ ഡിപ്രഷൻ, അഗ്രഷൻ ആൻഡ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, ല്യൂക്കോപീനിയ, അഗ്രാനുലോസൈറ്റോസിസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് WBC കൗണ്ട്. ഇതൊക്കെയാണ് ലിഥിയത്തിൻ്റെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള യൂസസ്. ആൾട്ടർനേറ്റീവ് ടു ലിഥിയം അല്ലെങ്കിൽ കൺവെൻഷണൽ ആൻറ്റി കൺവൽസൻസ്. ലിഥിയത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഫസ്റ്റ് വൺ വാൽപ്രോയിക് ആസിഡ്. അത് നമുക്ക് ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് വാൽപ്രോയിക് ആസിഡ് അലോൺ കൊടുക്കാം, അതല്ലെങ്കിൽ ലിഥിയമായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ട് മാനിയൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കാവുന്നതാണ്. കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അത്രത്തോളം റെസ്പോണ്ട് ചെയ്യാത്ത പേഷ്യൻസിന് ബൈപോളാർ ഇൽനെസ് റിക്വയറിങ് സൈക്കോട്രോപിക് സപ്പോർട്ട് അങ്ങനത്തെ പേഷ്യൻസിനൊക്കെ കോമ്പിനേഷൻ തെറാപ്പി ആണെങ്കിൽ കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് അക്യൂട്ട് മാനിയൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻറ്റി സൈക്കോട്ടിക് പ്ലസ് ബെൻസോഡൈസപ്പിൻ കോമ്പിനേഷന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ആക്ട് ചെയ്യും. ബോത്ത് അക്യൂട്ട് എപ്പിസോഡ്സ് ആൻഡ് മൂഡ് സ്റ്റെബിലൈസേഷന് ഇത് എഫക്റ്റീവാണ്. ഡോസും ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡോസായിട്ട് 750 മില്ലിഗ്രാം പെർ ഡേ, അതിന് 1500 to 2000 മില്ലിഗ്രാം പെർ ഡേയിലോട്ട് അഡ്ജസ്റ്റബിൾ ആണ്. വേറെയുള്ള സൈക്കോട്രോപിക് മെഡിക്കേഷൻസുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് വെൽ ടോളറേറ്റഡ് ആണ്. ലിഥിയം നോൺ റെസ്പോണ്ടേഴ്സിന് ഇത് യൂസ്ഫുൾ ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ വാൽപ്രോയിക് ആസിഡാണ് ഫസ്റ്റ് നോക്കിയത്. അടുത്തത് കാർബമാസെപ്പിൻ. കാർബമാസെപ്പിൻ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് മാനിയൻ്റെ ട്രീറ്റ്മെൻറ്റിനും പ്രൊഫൈലാക്സിസിനും യൂസ്ഫുൾ ആണ്. ബൈപോളാർ മൂഡ് ഡിസോർഡേഴ്സിന് എഫക്റ്റീവ് ആണ്. പ്രൊലോങ്സ് റിമിഷൻ ഇൻ ബൈപോളാർ ഡിസോർഡർ. ഈ കാർബമാസെപ്പിൻ്റെ എഫിക്കസി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലിഥിയത്തിനോട് ഇക്വാലൻ്റ് ആണ്. ലിഥിയം കാർബമാസെപ്പിൻ രണ്ടും കൂടി കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ റാപ്പിഡ് സൈക്ലിംഗ് മൂഡ് ഓർ ബിഹേവിയറൽ ചേഞ്ചസ് ഉള്ള പേഷ്യൻസിന് കൂടുതൽ എഫക്റ്റീവാണ്. ഇതിൻ്റെ എക്സാക്ട് മെക്കാനിസം അൺക്ലിയർ ആണ്. പക്ഷേ അതിൻ്റെ മെയിൻ എഫക്ട്സിൽ പറയുന്നത് ഒന്ന് സോഡിയം Na+ ഇൻഫ്ലക്സ് ന്യൂറോൺസിലോട്ടുള്ളതിനെ കുറയ്ക്കുന്നുണ്ട്. സെറോട്ടോണർജിക് അല്ലെങ്കിൽ ഡോപ്പമിനർജിക് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിൻ്റെയൊക്കെ ആക്ടിവിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അഡിനോസിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ. തെറാപ്യൂട്ടിക് പ്ലാസ്മ കോൺസെൻട്രേഷൻ റേഞ്ച് 3 to 14 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതർ ആൻറ്റി കൺവൽസൻസ് യൂസ്ഡ് ഇൻ മൂഡ് ഡിസോർഡേഴ്സ് ആണ് ലാമോട്രിജിൻ. ലാമോട്രിജിൻ ഒരു മൂഡ് ഇലവേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രസ്ഡ് ആൻഡ് റാപ്പിഡ് സൈക്ലിംഗ് ബൈപോളാർ കേസസിൽ ഇത് യൂസ്ഫുൾ ആണ്. ഇത് മാനിയ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മിനിമൽ റിസ്ക് ഓഫ് ഇൻഡ്യൂസിങ് മാനിയ. ഒന്നുകിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ് ആസ് അഡ്ജുവൻസ് ഇൻ മാനിയ ആൻഡ് ബൈപോളാർ ഡിസോർഡർ. അപ്പോൾ മാനിയയിൽ അഡ്ജുവൻസ് ആയിട്ടോ ബൈപോളാർ ഡിസോർഡേഴ്സിൻ്റെയൊക്കെ അഡ്ജുവൻസ് ആയിട്ടോ എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഒലൻസെപ്പൈൻ. ഒലൻസെപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിഥിയത്തിന് അക്യൂട്ട് മാനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡേഴ്സിലൊക്കെ ലിഥിയത്തിന് ഒരു അഡ്ജുവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് തെറാപ്പി ഓഫ് ബൈപോളാർ ഡിപ്രസീവ് ഡിസോർഡറിലും ഇത് യൂസ്ഫുൾ ആണ്. സൈക്ലിക് മൂഡ് സ്വിങ്സിൻ്റെ പ്രൊഫൈലാക്സിസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിഥിയായിട്ടോ വാൽപ്രോയേറ്റ് ആയിട്ടോ ബെൻസോഡൈസപ്പീനായിട്ടോ ഇത് കമ്പൈൻ ചെയ്തിട്ടും കൊടുക്കാൻ പറ്റും. റിസ്പിരിഡോൺ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് മാനിയ ആൻഡ് ബൈപോളാർ ഡിസോർഡറിലൊക്കെ ലിഥിയത്തിന് അഡ്ജുവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലീവോതൈറോസിൻ എന്ന് പറഞ്ഞാൽ സിവിയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് റിഫ്രാക്ടറി ബൈപോളാർ ഡിപ്രഷനിൽ ഓൺലി അഡ്ജുവൻ്റ് ഡ്രഗാണ് ലീവോതൈറോസിൻ. ഇവിടെ ഓവറോൾ സമ്മറി കൊടുത്തിട്ടുണ്ട്. ലിഥിയം കാർബണേറ്റ്, വാൽപ്രോയിക് ആസിഡ്, കാർബമാസെപ്പിൻ, ലാമോട്രിജിൻ, ഒലൻസെപ്പൈൻ. അതിൻ്റെയൊക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ADR, യൂസസ്, ഡോസേജും റൂട്ടും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്രയാണ് നമുക്ക് ആൻറ്റി മാനിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മൂഡ് സ്റ്റെബിലൈസേഴ്സിൽ പഠിക്കാനുള്ളത്. എന്താണ് മാനിയ, മാനിയേൻ്റെ സിംറ്റംസ്, ജനറ്റിക് ലിങ്ക്, മെക്കാനിസം, ഗോൾ, ആൻറ്റി മാനിക് ഡ്രഗ്സ്. അതിൽ ലിഥിയം കാർബണേറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ലിഥിയത്തിലെ ടോക്സിസിറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലിഥിയത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കൺവെൻഷണൽ ആൻറ്റി കൺവൽസൻസ് ആണ് വാൽപ്രോയിക് ആസിഡ്, കാർബമാസെപ്പിൻ, ലാമോട്രിജിൻ. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സും അഡ്ജുവൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒലൻസെപ്പൻ, റെസ്പിരിഡോൺ അല്ലെങ്കിൽ റിസ്പെരിഡോൺ, ലീവോതൈറോസിൻ. പിന്നെ നമ്മളൊരു ഓവറോൾ സമ്മറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ആൻറ്റി മാനിയ അല്ലെങ്കിൽ ആൻറ്റി മാനിക് ഡ്രഗ്സിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.